ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന പോയത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 4 സ്റ്റാൻസാസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ സ്റ്റാൻസയിലേക്ക് വരാം. He goes on Sunday to the church and sits among his boys. അപ്പോൾ ഇവിടെ സ്മിത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൊല്ലൻ അദ്ദേഹം എന്താണ് ഞായറാഴ്ച സൺഡേ എവിടേക്ക് പോകുമെന്നാണ് പറയുന്നത്? ചേർച്ചിലേക്ക് പോകും, പള്ളിയിൽ പോകും. ആൻഡ് സിറ്റ്സ് അമംഗ് ഹിസ് ബോയ്സ്, എന്നിട്ട് അവിടെയുള്ള ആൺകുട്ടികളുടെ കൂട്ടത്തിൽ, അതായത് എന്താണ് പള്ളിയിൽ പോയിട്ട് അവിടെ ഉള്ള ആളുകളുടെ കൂടെ, കുട്ടികളുടെ കൂടെ ഇരിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ ഇടയിൽ ഇരിക്കും. ഹി ഹിയേഴ്സ് ദ പാർസൺ പ്രേ ആൻഡ് പ്രീച്ച്. പാർസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികാരി, പള്ളിയിലെ വികാരിയാണ് നമ്മളെന്ത് പറയുക, പാർസൺ എന്ന് പറയുക. അപ്പം പള്ളിയിലെ വികാരിയുടെ പ്രേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, അതുപോലെ പ്രീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതപ്രസംഗങ്ങളാണ്. അപ്പോൾ ആ പ്രാർത്ഥനയും അതേപോലെ അവിടെ എന്താണ് വികാരിയുടെ ആ പ്രസംഗങ്ങളും ഒക്കെ ആര് കേൾക്കും? നമ്മളുടെ സ്മിത്ത് കേൾക്കും എന്നാണ് പറയുന്നത്. ഹി ഹിയേഴ്സ് ഹിസ് ഡോട്ടേഴ്സ് വോയിസ് സിംഗിങ് ഇൻ ദ വില്ലേജ് ക്വയർ. ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിലെ ഗായക സംഘമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡോട്ടർ, അതായത് മകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് കേൾക്കുന്നത്? സിംഗിങ് ഇൻ ദ വില്ലേജ് ക്വയർ, പള്ളിയിലെ ഗായക സംഘത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൾ പാടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളുടെ വോയിസ് അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് ഹാർട്ട് റിജോയ്സ്. റിജോയ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് വളരെയധികം സന്തോഷം തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോകും, അവിടെ വെച്ചിട്ട് എന്താണ് വികാരിയുടെ പ്രസംഗവും അതേപോലെ പ്രയറും ഒക്കെ കേൾക്കും. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ മകള് കൊയറിൽ പാടുന്നത് കേൾക്കും. അതൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്താണ് വളരെയധികം സന്തോഷമാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാൻസ നോക്കാം. ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് ഹെർ മദേഴ്സ് വോയിസ് സിംഗിങ് ഇൻ പാരഡൈസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്? മകളുടെ ശബ്ദം അവളുടെ അമ്മയുടെ ശബ്ദമായിട്ട് നല്ല സാമ്യമുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഓക്കെ, മകളുടെ അമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശബ്ദം പോലെയാണ് മകളുടെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ സാമ്യമുണ്ട് അത്രയും. അപ്പം സിംഗിങ് ഇൻ പാരഡൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗമാണ്. അപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വർഗത്തിലിരുന്ന് പാടുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് താഴേക്കുള്ള വരികളിൽ നമുക്ക് കാണാം. ഹി നീഡ്സ് മസ്റ്റ് തിങ്ക് ഓഫ് ഹെർ വൺസ് മോർ, ഹൗ ഇൻ ദ ഗ്രേവ് ഷി ലൈസ്. അപ്പം എന്താണ്, ഈ പാട്ട് കേൾക്കുന്ന സമയത്ത്, മകളുടെ വോയിസ് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു പോവുകയാണ്. അപ്പം എന്താണ്, മറ്റെന്ത് കാര്യങ്ങളാണ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ്, ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഴിമാടത്തിൽ എങ്ങനെയാണ് കിടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്. ആൻഡ് വിത്ത് ഹിസ് ഹാർഡ് റഫ് ഹാൻഡ് ഹി വൈപ്സ് എ ടിയർ ഔട്ട് ഓഫ് ഹിസ് ഐസ്. അപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ പരുപരുത്ത റഫായിട്ടുള്ള വളരെ ഹാർഡായിട്ടുള്ള കൈകൾ കൊണ്ട് കണ്ണിലൂടെ വന്നിട്ടുള്ള കണ്ണുനീര് വൈപ്പ് ചെയ്യാണ്, അതായത് തുടച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം എത്രമാത്രം ഹാർഡായിട്ടുള്ള ആളാണ് പുറമേ എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യേനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിയോഗത്തിൽ ഇപ്പോഴും അവർക്ക് അദ്ദേഹത്തിന് സങ്കടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത്, അതായത് മകള് കൊയറിൽ പാടുമ്പം അവളുടെ വോയിസ് കേൾക്കുമ്പം ഭാര്യ എന്താണ്, സ്വർഗത്തിൽ നിന്ന് പാടുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പം അദ്ദേഹം പിന്നീട് ഭാര്യയുടെ ചിന്തയിലേക്ക് വഴുതി വീണു പോവുകയാണ്. കുഴിമാടത്തിൽ എങ്ങനെയായിരുന്നു കിടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം ആലോചിക്കുകയും അപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വരികയും കണ്ണുനീര് വരികയും ചെയ്യുകയാണ്. അപ്പം പരുപരുത്ത ആ കൈകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് തുടച്ചു മാറ്റുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിയോഗത്തെക്കുറിച്ചും അതിൽ അദ്ദേഹത്തിനുണ്ടായ സങ്കടത്തെക്കുറിച്ചും ഇപ്പോഴും ആ ഭാര്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ആ ഒരു ദുഃഖത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ടോയിലിംഗ്, റിജോയ്സിങ്, സോറോയിങ്, ഓൺവേർഡ് ത്രൂ ലൈഫ് ഹി ഗോസ്. ടോയിലിംഗ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, റിജോയ്സിങ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്, സന്തോഷം, സോറോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സങ്കടമാണ് അല്ലേ. അപ്പം എന്താണ്, അധ്വാനത്തിലൂടെയും അതേപോലെ സന്തോഷത്തിലൂടെയും സങ്കടത്തിലൂടെയൊക്കെ ഓൺവേർഡ് ത്രൂ ലൈഫ് ഹി ഗോസ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു. ഈച്ച് മോർണിംഗ് സീസ് സം ടാസ്ക് ബിഗിൻ.
അപ്പം ഓരോ ദിവസം രാവിലെയും അദ്ദേഹം എന്താണ് പുതിയൊരു ടാസ്ക് അത് തുടങ്ങി വെക്കും. ഈച്ച് ഈവനിങ് സീസ് ഇറ്റ് ക്ലോസ്. എല്ലാ വൈകുന്നേരം ആവുന്ന സമയത്തും അതെന്ത് ചെയ്യും, ആ ഒരു തുടങ്ങി വെച്ച ആ ഒരു കാര്യം എന്ത് ചെയ്യും, അവസാനിപ്പിക്കും അല്ലെങ്കിൽ അത് തീർക്കും. സംതിങ് അറ്റംപ്റ്റഡ് സംതിങ് ഡൺ. ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, അറ്റംപ്റ്റ് ചെയ്യും, പരിശ്രമിച്ചു നോക്കും, പറ്റുമോ എന്നുള്ള കാര്യം ശ്രമിച്ചു നോക്കും. ഓക്കെ, സംതിങ് ഡൺ, ചിലത് എന്ത് ചെയ്യും, അത് പൂർണ്ണമാക്കും അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കും. ഹാസ് ഏൺഡ് എ നൈറ്റ്സ് റീപോസ്. അപ്പം എന്ത് ചെയ്യും, രാത്രിയാവുന്ന സമയത്ത് റീപോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കടന്നു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അധ്വാനിക്കുന്നുണ്ട്, സന്തോഷം കണ്ടെത്തുന്നുണ്ട്, അതേപോലെ ജീവിതത്തിൽ സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ. ഓരോ ദിവസം രാവിലെ ആവുമ്പോഴും പുതിയൊരു ടാസ്ക് ബിഗിൻ ചെയ്യും, ഈവനിങ് ആവുമ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ എന്താണ്, ചില കാര്യങ്ങൾ പരിശ്രമിച്ചു നോക്കും, കഴിയുമോ എന്നറിയില്ല എങ്കിലും എന്താണ് അദ്ദേഹത്തിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് പരിശ്രമിച്ചു നോക്കും. പിന്നെ എന്താണ്, ചില കാര്യങ്ങൾ പൂർണ്ണമാക്കും, ചെയ്ത് കംപ്ലീറ്റ് ആക്കും. പിന്നെ എന്താ, രാത്രിയാവുന്ന സമയത്ത് അദ്ദേഹം വിശ്രമിക്കും. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. താങ്ക്സ് ടു ദീ മൈ വർതി ഫ്രണ്ട് ഫോർ ദ ലെസൺ ദൗ ഹാസ് ടോട്ട്. അപ്പോൾ ഇവിടെ ദീ എന്നും ദൗ എന്നൊക്കെ പറയുന്നതിന് മീനിങ് യു ആണ്. ഇത് ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് കേട്ടോ. അപ്പം എന്താണ്, ഏറ്റവും വർത്തി ആയിട്ടുള്ള, ഏറ്റവും യോഗ്യതയുള്ള അല്ലെങ്കിൽ അത്രയും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫ്രണ്ടിനോട് എന്ത് പറയുകയാണ്, നന്ദി പറയുകയാണ് അവരെ പഠിപ്പിച്ച വലിയ പാഠങ്ങൾക്ക്. ഓക്കെ, ഫോർ ദ ലെസൺ ദൗ ഹാസ്റ്റ് ടോട്ട്. ഹാസ്റ്റ് മീൻസ് ഇവിടെ ഹാവ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ദസ് അറ്റ് ദ ഫ്ലെയിമിംഗ് ഫോർജ് ഓഫ് ലൈഫ് അവർ ഫോർച്യൂൺസ് മസ്റ്റ് ബി റോട്ട്. അതായത് നമ്മളുടെ ഭാഗ്യം, ഫോർച്യൂൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാഗ്യം അല്ലേ. നമ്മളുടെ ഭാഗ്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ തന്നെ ഉരുക്കി പഴിപ്പിച്ചെടുക്കണം. അതായത് ഇപ്പം നമ്മൾ എന്ത് തന്നെ ജോലി ചെയ്യുകയാണെങ്കിലും അതാണ് നമ്മളുടെ ആല എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ മാക്സിമം ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കണം, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പം നമ്മളുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഉരുക്കി പഴിപ്പിച്ച് ജീവിതമാകുന്ന ആലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇപ്പം കൊല്ലനാണെങ്കിൽ ആലയിൽ ആയുധങ്ങൾ ഉണ്ടാക്കി അധ്വാനിച്ചാണ് ജീവിക്കുന്നത് അല്ലേ. അതേപോലെ ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, പഠിക്കണം. പഠിച്ചാൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ ജോലി ചെയ്യുന്ന ആളുകൾ നന്നായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, അധ്വാനിച്ചിട്ടുണ്ടെങ്കിലേ അവരുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളൊക്കെ അവർക്ക് ഉരുക്കി പഴിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. ദസ് ഓൺ ഇറ്റ് സൗണ്ടിങ് ആൻവിൽ ഷേപ്ഡ് ഈച്ച് ബേണിംഗ് ഡീഡ് ആൻഡ് തോട്ട്. ആൻവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോഹം വെച്ച് അടിക്കില്ലേ, ആ അടിക്കുന്ന സ്ഥലത്തിനെയാണ് ആൻവിൽ എന്ന് പറയുക. അല്ലെങ്കിൽ എന്താണ്, ഇരുമ്പ് കല്ല് എന്ന് പറയും. അപ്പം നമ്മളുടെ ചിന്തകളും അതേപോലെ പ്രവൃത്തികളും ഒക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ആലയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളുടെ ഭാഗ്യം അല്ലേ, അത് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതും നമ്മളുടെ ജീവിതത്തിൻ്റെ ആലയിൽ നിന്നാണ്. അതേപോലെ നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളുടെ ജീവിതമാകുന്ന ആലയിൽ നിന്നാണ്. ഇവിടെ നന്ദി പറയുന്ന ഫ്രണ്ട് ഒരു പക്ഷേ ദൈവമാകാം, അല്ലെങ്കിൽ ജീവിതത്തെ തന്നെയാവാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ദൈവത്തോട് നന്ദി പറയാൻ ഞായറാഴ്ചകളിൽ അദ്ദേഹം എവിടെ പോവാറുണ്ട്, പള്ളിയിൽ പോവാറുണ്ട് അല്ലേ. അപ്പം ദൈവത്തെ ആവാം അദ്ദേഹം ഫ്രണ്ടെന്ന് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു ജീവിതത്തിൻ്റെ എന്താണ്, ആലയിൽ വെച്ചിട്ടാണ് നമ്മളെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോയത്തിലുള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.